ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വാർത്ത, പൂക്കോട് വെറ്ററിനറി സർവകലാശാല വൈസ് ചാൻസലർ രാജി നൽകി. ഡോക്ടർ PC ശശീന്ദ്രനാണ് ഗവർണർക്ക് രാജിക്കത്ത് നൽകിയത്. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നു വിശദാംശങ്ങളുമായി. സുർജിത്ത്, 2 വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിച്ച നടപടിയടക്കം വലിയ വിമർശനത്തിൽ നേരിട്ടിരുന്നു. ഈ ഘട്ടത്തിലാണല്ലോ രാജി വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് നമ്മൾ ഇപ്പോൾ പുറംലോകത്തേക്ക് അറിയിക്കുന്നത്. വെറ്ററിനറി സർവകലാശാലയിൽ പുതിയ VC ആയി ഗവർണർ ചുമതല നൽകിയ ഡോക്ടർ PC ശശീന്ദ്രൻ ഗവർണർക്ക് രാജി സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ വാർത്ത. വ്യക്തിപരമായ കാരണങ്ങളാൽ രാജിവെക്കുന്നു എന്നുള്ള തരത്തിലുള്ള വിശദീകരണമാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. ഈ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് മുൻ VC MR ശശീന്ദ്രനാഥിനെ മാറ്റിയ ശേഷമാണ് ശശീന്ദ്രന് ചുമതല നൽകിയത്. ഇതിനുശേഷം ഇദ്ദേഹം വെറ്ററിനറി സർവകലാശാലയിൽ റിട്ടയർഡ് അധ്യാപകനാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ, അതായത് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ചില ഒന്നാം വർഷ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള 33 പേർക്കെതിരെ, അതായത് 31 വെറ്ററിനറി സർവകലാശാല VC ആണ് ഇപ്പോൾ രാജിക്കത്ത് നൽകിയിരിക്കുന്നത് ഗവർണർക്ക്. ഡോക്ടർ PC ശശീന്ദ്രനാണ് ഗവർണർക്ക് രാജി നൽകിയത്. മുൻപത്തെ വൈസ് ചാൻസലർക്ക് പകരമാണ് പുതിയ വൈസ് ചാൻസലറെ കൊണ്ടുവന്നത്. ആ വൈസ് ചാൻസലറും രാജിക്കത്ത് നൽകുന്നു. ഇന്ന് ഉണ്ടായ ഒരു നടപടി, അത് ഈ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ട 2 വിദ്യാർത്ഥികളെ തിരിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നിരുന്നു. സുജിത്ത്, ഈ രാജിക്കത്തിൽ അല്ലെങ്കിൽ VCയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഈ രാജിക്ക് പിന്നിലുള്ള കാരണം എന്താണെന്ന് വിശദീകരിക്കുന്നുണ്ടോ? ഇതിൽ പ്രധാനമായും അദ്ദേഹം വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദം നേരിടുന്നു എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലെടുത്ത നടപടി എന്ന് പറയുന്നത് 33 വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിക്കലാണ്. അത് തീർത്തും നിയമാനുസൃതമായ നടപടിക്രമം എന്നുള്ള തരത്തിൽ അത് എല്ലാം പാലിച്ചുകൊണ്ടാണ് ആ നടപടി സ്വീകരിച്ചത് എന്നുള്ളതാണ്. പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ JS സിദ്ധാർത്ഥന്റെ മരണത്തെ തുടർന്നാണ് പുതിയ വൈസ് ചാൻസലറെ ഗവർണർ ഇടപെട്ട് നിയമിച്ചത്. മുൻപത്തെ വൈസ് ചാൻസലർ രാജിവെച്ചിരുന്നു. അതിനുശേഷം വന്ന ഡോക്ടർ PC ശശീന്ദ്രനും ഇപ്പോൾ രാജിക്കത്ത് നൽകിയിരിക്കുന്നു. ഇന്ന് 33 വിദ്യാർത്ഥികൾക്കെതിരായ നടപടി പിൻവലിച്ചുകൊണ്ട് സർവകലാശാലയുടെ തീരുമാനം വന്നു. അതിനെതിരെ സിദ്ധാർത്ഥിന്റെ കുടുംബം, ഒപ്പം പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ BJPയും കോൺഗ്രസും ഒക്കെ വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. രാഷ്ട്രീയ സമ്മർദ്ദമാണ് VCക്ക് മേൽ ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചത് എന്ന ആരോപണം ഉയർന്നിരുന്നു. ഈ ഘട്ടത്തിലാണ് ഈ രാജി വരുന്നത്. സുജിത്ത്, എന്താണ് ഈ രാജിയുടെ കാരണമെന്നാണ് മനസ്സിലാക്കുന്നത്? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ കഴിഞ്ഞ ദിവസം എടുത്ത ഒരു നടപടിയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സമ്മർദ്ദം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു എന്നുള്ളതാണ്. ആ നടപടി എന്ന് പറയുന്നത് 33 വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിച്ച നടപടിയാണ്. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒന്നാം വർഷ വിദ്യാർത്ഥികൾ, അവർ റാഗ് ചെയ്ത വിദ്യാർത്ഥികളല്ല, അല്ലെങ്കിൽ ഹീനമായ ആ ഒരു കുറ്റകൃത്യത്തിൽ പങ്കാളികളായിട്ടുള്ള ആളുകളല്ല ഈ വിദ്യാർത്ഥികൾ. അത്തരത്തിൽ 2 സീനിയർ വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ 31 മറ്റ് ഒന്നാം വർഷ വിദ്യാർത്ഥികളും, ഇവരാരും തന്നെ സിദ്ധാർത്ഥനെ റാഗ് ചെയ്യുകയോ മറ്റ് കൃത്യത്തിലേക്ക് എത്തുകയോ ചെയ്തിട്ടില്ല. പക്ഷേ ഇവർക്കെതിരെ ഒരാഴ്ച സസ്പെൻഷൻ നടപടി കൈക്കൊണ്ടിരുന്നു. ആ സസ്പെൻഷൻ നടപടി എന്ന് പറയുന്നത് അത് അതിന്റെ കാലാവധി പൂർത്തിയായപ്പോൾ ഇവർ അപ്പീൽ നൽകി. ഇതേ തുടർന്നാണ് ഇവരെ തിരിച്ചെടുക്കാൻ തീരുമാനിച്ചതും അത്തരം നടപടിയിലേക്ക് കടന്നതും. ഇത് വലിയ രീതിയിലുള്ള ചർച്ചയ്ക്ക് വഴിവെച്ചു. കാരണം ഈ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് ഹോസ്റ്റലിൽ ഈ വിഷയം ഇത് കണ്ടിട്ടും ഒരു കൃത്യമായ രീതിയിൽ ഒരു ഇടപെടൽ ഉണ്ടായില്ല, അത് അറിയിച്ചില്ല എന്നുള്ള ഒരു കുറ്റം ചുമത്തിക്കൊണ്ടാണ് ഇവർക്കെതിരെ നടപടി എടുത്തത്. പക്ഷേ ഈ ക്രൈമിൽ ഉൾപ്പെട്ട ആളുകൾക്കെതിരെ ഉള്ള നടപടി അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അത് ആന്റി റാഗിംഗ് സെൽ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആ നടപടി അവിടെ തുടരുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഈ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ അദ്ദേഹം എടുത്ത നടപടി വലിയ വിമർശന വിധേയമായി. പ്രത്യേകിച്ച് ഇന്ന് പ്രതിപക്ഷ നേതാവടക്കം അത് വലിയ വിമർശനമായി VC ഈ അന്വേഷണത്തെ അട്ടിമറിക്കുന്നു എന്നുൾപ്പെടെയുള്ള അഭിപ്രായങ്ങൾ പ്രതിപക്ഷ നേതാവടക്കം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതെല്ലാം തന്നെ ഇതിനുശേഷം ഗവർണർ ഇതിന്റെ വിശദീകരണം തേടി. മാത്രമല്ല, എന്ത് സാഹചര്യത്തിലാണ് ഈ നടപടി പിൻവലിക്കണമെന്ന് റദ്ദാക്കണമെന്നുള്ള ആവശ്യം ഗവർണർ ഉന്നയിച്ചു. പക്ഷേ ഇതെല്ലാം തന്നെ മറ്റൊരു രാഷ്ട്രീയ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളത് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ രാജിയിലേക്ക് എത്തിയത് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് VCയോട് അടുത്ത് നിൽക്കുന്ന വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അതായത് ഏതായാലും പൂക്കോട് വെറ്ററിനറി സർവകലാശാല വീണ്ടും ചർച്ചകൾ നിറയുകയാണ്. അവിടുത്തെ VC ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നു. PC ശശീന്ദ്രൻ രാജിക്കത്ത് നൽകിയിരിക്കുന്നു. ഗവർണർ അദ്ദേഹത്തിന്റെ അവിടുത്തെ 33 വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിച്ച നടപടിക്കെതിരെ ഗവർണർ ഇടപെട്ടു. ആ സസ്പെൻഷൻ പിൻവലിച്ച നടപടി പിൻവലിക്കണമെന്നതായിരുന്നു ഗവർണറുടെ ആവശ്യം. റിപ്പോർട്ടും തേടിയ ഘട്ടത്തിലാണ് VC ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. ഇതടക്കമുള്ള വാർത്തകളുടെ വിശദാംശങ്ങൾ ഇനി പ്രൈം ടൈം ന്യൂസിലാണ്. അനുജ രജീഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.